ഹൃദ്യം മലയാളത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് ഒരു ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ അല്ല. നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മളങ്ങനെ വെറുതെ പോളായിട്ട് ഇടുകയല്ല. നമ്മുടെ വെബ് സർവീസ് വഴി നിങ്ങൾക്ക് മറ്റാരും കാണാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാനും ആ ആൻസർ ബുക്കിലേക്ക് എഴുതിയെടുക്കാനും അതേസമയം അതിനോടൊപ്പം വരുന്ന നോട്ട്സുകൾ, ഞങ്ങൾ തരുന്ന നോട്ട്സുകൾ ഉൾപ്പെടെ ആ ഒരു ചോദ്യത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് എങ്ങനെ ഉപയോഗിക്കാം, അതിലെന്തൊക്കെയാണ് എറർ വരാൻ സാധ്യതയുള്ളത്, ഇനി അത്തരം പ്രശ്നങ്ങൾ വന്നാൽ അതെങ്ങനെ പരിഹരിക്കാം, അത്തരം കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണിത്. ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നത് പോലെ തന്നെയാണ്, അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ആ സർവീസ് ചെയ്യുന്നത്. എങ്കിലും അതിൽ ഒന്ന് രണ്ട് കൺഫ്യൂഷൻസോ എററോ ഒക്കെ ചിലർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വന്ന് കിടക്കുക. നിങ്ങൾ ഗ്രൂപ്പിൽ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നോക്കാം. ഏത് രീതിയിൽ അത് സൈൻ ചെയ്യണം, ഏത് രീതിയിലാണ് സൈൻ ഇൻ ചെയ്യുമ്പോൾ എറർ വരാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യമായിരിക്കും നിങ്ങൾ ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുക. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ആ ചോദ്യത്തിന് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് അടുത്തായിട്ട് വരിക. ഇങ്ങനെ ഒരു വിൻഡോ അടുത്തായിട്ട് വരേണ്ടതാണ്. അത് വരുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ മുഖ്യമായിട്ടും 4G ആണ് പ്രിഫർ ചെയ്യുന്നത്. 4G സ്പീഡിന് താഴെയുള്ളവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ വരാതിരിക്കാനും സാധ്യതയുണ്ട്. 4G ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എൻ്റെ ഫോൺ കയ്യിലുണ്ട്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എനിക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എറർ ഞാൻ ഇവിടെ ഫോണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ എറർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് നിൽക്കാത്തത്. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാം. മെയിൽ ഐ ഡി ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു മെയിൽ ഐ ഡി വന്ന് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ മെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, സൈൻ ഇൻ ടു ഹൃദ്യം വെർച്വൽ ആപ്പ് എന്നുണ്ടാവും. അതിന് താഴേക്ക് ഞാൻ പോയിട്ടാകുമ്പോൾ അവിടെ കണ്ടിന്യൂ എന്ന് കാണിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക, വാട്ട് ഡു യു ക്വസ്റ്റ്യൻ ഡു യു പ്രിഫർ. ചിലർക്ക് മലയാളം എന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. എനിക്കിവിടെ മലയാളം എന്നേ കാണിക്കുന്നുള്ളൂ. ചിലർക്ക് മലയാളം ജനറൽ എന്ന് കാണിക്കും. ചിലർക്ക് ഇത് എന്താണ് കാണിക്കുന്നത് എനിക്കറിയില്ല. ചിലരുടെ സ്ക്രീൻഷോട്ടുകൾ ചേട്ടൻ എനിക്ക് അയച്ചു തന്ന, നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അയച്ചു തന്ന സ്ക്രീൻഷോട്ടാണിത്. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ നോക്കുക. എൻ്റെ ഫോണിൽ ഇങ്ങനെ ഇത് വരില്ലായിരുന്നു. എൻ്റെ ഫോണിൽ കൃത്യമായി വരുമായിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കി വെച്ചതാണ്. ആ എറർ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ആ എററിലേക്ക് എത്തിച്ചു വെച്ചതാണ്. അപ്പോൾ ആ എറർ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 3 ഡോട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു 3 ഡോട്ട്, ഈ ഒരു സിഗ്നൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ 3 ഡോട്ട്, അതായത് നമ്മുടെ ടാബിൻ്റെ ഏറ്റവും മേളിലായിട്ട് 3 ഡോട്ട് കാണിക്കും. ആ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് പോകുമ്പോൾ അവിടെ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിൻ്റെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ആക്സസിബിലിറ്റി എന്നുള്ളൊരു ചിഹ്നം കാണാം. കണ്ടോ, ഇത് 172 ആണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ കിടക്കുന്നത്. ഇത് 100 ഉണ്ടായിരുന്നത് ഞാൻ 172 ആക്കിയതാണ്. ഈ എറർ പരിഹരിക്കാൻ വേണ്ടി ഞാൻ 172 ആക്കിയതാണ്. നേരത്തെ ആക്കി വെച്ചതാണ്, സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാനിവിടെ 100 എന്നടിക്കുകയാണ്. ഞാനതൊന്ന് മാറ്റിയിട്ട് ഇവിടെ കൃത്യമായത്, എല്ലാവരുടെ അധികവും ഫോണിൽ 100 ആയിരിക്കും കിടക്കുക. ഞാനിവിടെ 100 ആക്കിയിട്ടുണ്ട്. 101 കുഴപ്പമില്ല. ഞാനിവിടെ ഇത് 100 ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കൊന്ന് ബാക്കിലേക്ക് വന്ന് നോക്കാം. അപ്പോഴും അവിടെ കൃത്യമായിട്ട് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെറ്റിങ്സിലേക്ക് പോയിട്ട് ആക്സസിബിലിറ്റി എന്ന ക്ലിക്ക് ചെയ്തിട്ട് അവിടെ 101 എന്നുള്ളത് ഒരു 85-84 ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും ചേഞ്ച് ചെയ്യാം. ഞാൻ ബാക്കോട്ട് വന്നു, ബാക്ക് അടിച്ചു വന്നു. ഇവിടെ കൃത്യമായി ഇപ്പോൾ എനിക്ക് എന്തായി, സബ്മിറ്റ് എന്നുള്ള ആ ഒരു ഇത് കാണാം. ഇവിടെ ഇത് ചോദിക്കുന്നത്, നിങ്ങൾ മലയാളം ചോദ്യങ്ങൾ മാത്രമാണോ പ്രിഫർ ചെയ്യുന്നത്, ജനറൽ ചോദ്യങ്ങളും പ്രിഫർ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഏതാണോ അത് കൊടുക്കാം. ഞാൻ ഇവിടെ ബോത്ത് എന്ന് കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ആ ആക്സസിബിലിറ്റിയിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ 100 കിടക്കേണ്ടടുത്ത് 120, 130 കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 100, 90, 80 ആക്കി മാറ്റുക. അപ്പം നിങ്ങൾക്ക് ഈ സബ്മിറ്റിലേക്ക് എത്താൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ഏതാണോ ചോദ്യം, ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് നാലപ്പാട്ട് നാരായണ മേനോന്റെ കൃതികളാണ്. ഞാൻ വെറുതെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ്.
കൺഗ്രാജുലേഷൻസ് എന്ന് വന്നു. ഇവിടെ ശരി ഉത്തരമാണ് ആയിരുന്നു അത്, അതുകൊണ്ട് അവിടെ കൺഗ്രാജുലേഷൻസ് എന്ന് വന്നു. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ നോക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്. വീണ്ടും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് നോക്കാം. വീണ്ടും അവിടെ ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കതിലേക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. ABD മാത്രം ആൻസർ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ABD മാത്രം എന്നാണ് വന്നിട്ടുള്ളത്. അതോടുകൂടി നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം വരുമ്പോൾ വീണ്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ ചോദ്യത്തിന്റെ ആൻസർ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ സർവീസിന്റെ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപാകത ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഈ ചോദ്യം ശരിയല്ല, അല്ലെങ്കിൽ ഈ ഉത്തരം ശരിയല്ല, ഈ ഓപ്ഷൻസ് ശരിയല്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റ് പറ്റിയാൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ നെയിമും ഫോൺ നമ്പറും റിപ്പോർട്ട് ചെയ്യുന്ന റീസണും വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് അപ്പം തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ആ തെറ്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സർവീസും കൂടെ നമുക്കുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡാർക്ക് മോഡായിട്ടോ നൈറ്റ് മോഡായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെബ് സർവീസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന മെയിൻ ആയിട്ടുള്ള എറർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ എറർ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എററാണ് ഞങ്ങളോട് പ്രധാനമായിട്ടും ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു എറർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എററുകൾ, മറ്റ് എററുകൾ വന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും എറർ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ എറർ അല്ല മറ്റെന്തെങ്കിലും ഒരു എററാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടാവും, കൃത്യത്തിൻ്റെ നമ്പർ ഉണ്ടാവും അതിനകത്ത്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന എററാണ് എനിക്ക് കാണിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു 300 ചോദ്യത്തിന് മേളിൽ ഇതുവരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനലിനൊപ്പം തന്നെ വളരെ നന്നായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് വളരെ നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇടുന്നത് എന്നാണ്. വളരെ സന്തോഷം അതിലൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും മറ്റെല്ലാ സുഹൃത്തുക്കളിലേക്കും, നിങ്ങളുടെ പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ അല്ല ഇന്ന് ചെയ്യുന്നത്. എന്നും എഡ്യൂക്കേഷൻ വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇന്നൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.